ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പസ് വേൾഡിൻ്റെ 2.0യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസമായി ഇത് എടുത്ത് വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് രണ്ട് ലോങ് വീഡിയോ മാത്രമല്ല എടുത്തിട്ടുള്ളൂ. പിന്നെ ഏതായാലും ഇതൊന്ന് എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ച് നല്ല വെയിലെല്ലാം ഒരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. എന്നാൽ ഞാൻ ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ച് ഏതായാലും ഇതൊന്ന് എടുത്തു വെക്കാമെന്ന്. എൻ്റെ ആദ്യത്തെ ചാനലിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മോൻ ഇങ്ങനെ പറയലുണ്ട്, ഉമ്മ മീന് കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതെല്ലാം ഒന്ന് വീഡിയോ ഇടണം, എല്ലാവർക്കും ഇതറിയണമെന്നില്ല, ബാച്ചിലേഴ്സിനെല്ലാം ചിലപ്പോൾ ഉപകാരമായിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തായാലും ഈ മത്തി കട്ട് ചെയ്യുന്നതൊന്നും എടുക്കട്ടെ എന്ന്. അതായത് ഇതുപോലെ അതിൻ്റെ തൂളിയെല്ലാം അപ്പുറം ഇപ്പുറം ഇതാക്കിയിട്ട് പോക്കിയിട്ട് തലന്റെ ഭാഗത്തുനിന്നും വാലിന്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് ഉള്ളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണം കേട്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നീട് ഇനി ഞാൻ ഒരു വീഡിയോ എടുത്ത് വെക്കാം, എല്ലാ മീനും കട്ട് ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്നതെല്ലാം. അപ്പോൾ മത്തിയെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് ചെമ്മീൻ ഉണ്ടായതിനും അത് കട്ട് ചെയ്തിട്ടാ വാങ്ങിച്ചത്. എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് ഒന്ന് നല്ലോണം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്ത നൂല് പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വലിച്ചിട്ട് പിന്നെ ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ഉപ്പിട്ട് പെരക്കിയിട്ട് തന്നെ കഴുകിയെടുക്കുക. ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് പെരക്കി കഴുകിയിട്ട് എടുക്കുക, എന്നാലും നല്ലോണം ക്ലീൻ ആവുള്ളൂ. പിന്നെ അതുപോലെ പിന്നെ ചെമ്മീന് ആവശ്യമില്ല ഇപ്പോൾ, അതുകൊണ്ട് അത് ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെക്കുക. ഇങ്ങനെ വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പമുണ്ടാവില്ല. കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാലും പഴക്കം തോന്നുന്നില്ല. അപ്പൊ ഇതുപോലെ ഫ്രീസറിൽ വെക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അയ്യോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറ്റായി പോവോ തെറ്റായി പോവോ, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും ബാക്കോട്ട് അടിക്കണ്ട കേട്ടാ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതങ്ങനെ ചെയ്യുക. നമ്മൾ തെറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടൊന്നും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റൂല. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഉപ്പിട്ടിട്ട് ഒരു പ്രാവശ്യം മാത്രമാണ് പെരക്കി കഴുകേണ്ടതുള്ളൂ. പിന്നെ വെറുതെ ഒന്ന് അത് വെള്ളമൊഴിച്ച് കഴുകിയാൽ പിന്നെ വീണ്ടും ഒന്നും കൂടെ പെരക്കി കഴുകുക. അത് അറിയുന്നവർക്ക് പറയുന്നതല്ല കേട്ടോ, അറിയാത്തവർക്കാണ്. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ കഴുകിയിട്ടെടുക്കുക. അതിനുശേഷം പിന്നെ ഞാനിതിപ്പോൾ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബാക്കി ഉണ്ടായത് ഒന്ന് ഇതെല്ലാം എല്ലാം കുറേശ്ശെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാം കൂടി വെച്ചിട്ടൊരു സാമ്പാറാക്കി. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ളത് എന്താണ് അത് വെച്ചിട്ടുണ്ടാക്കുക. എല്ലാം കൂടി നല്ലൊരു സാമ്പാറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ, അതൊന്നും ഒരു സംശയമില്ല. ഇനി കുറച്ച് പരിപ്പും അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് കുഞ്ഞുള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടാലും സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയായാലും നല്ല അടിപൊളി തന്നെ ആയിരിക്കും, ഒരു മോശം ഉണ്ടാവില്ല കേട്ടോ. അല്ല, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ സാമ്പാർ ഉണ്ടാക്കിയാൽ ദോശക്ക് രാവിലെ ഇഡ്ഡലിക്കെല്ലാം വേണമെങ്കിൽ അത് മാറ്റി വെക്കാം കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച പയറാണ്. ഇതിനു മുമ്പ് ഇവിടുത്തെ പയറിന് ഉണ്ടായിരുന്നു, അത് 3-4 പ്രാവശ്യം എനിക്ക് ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കാൻ വറുക്കാൻ വേണ്ടിയിട്ട് കിട്ടീന്. പിന്നെ അതൊക്കെ ഇപ്പം കഴിഞ്ഞ്. അപ്പം പയർ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഉപ്പേരി ചില സ്ഥലങ്ങളിൽ ഉപ്പേരി നമ്മൾ വറവ് എന്ന് പറയും. പിന്നെ അപ്പം ഇതാ ചോറ് അലൂമിനിയം പാത്രത്തിലാണ് ഇന്ന് വെക്കുന്നത്. ഇടയ്ക്ക് മണ്ണിൻ്റെ കലത്തിലും വെക്കലുണ്ട് കേട്ടോ. അപ്പം പച്ചക്കറിയെല്ലാം കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് വേവാൻ. ആ ഒരു സമയത്ത് എൻ്റെ അനിയനാണ് ആങ്ങള, ഓൻ വന്നിട്ടുണ്ടേനു. പിന്നെ ഇങ്ങനെ ഓനോട് വർത്താനം പറഞ്ഞുകൊണ്ട് പിന്നെ ചോറിൻ്റെ ഇങ്ങനെ പണി നോക്കുന്ന. ചോറായി, ഇനി അത് വാർത്ത് വെക്കട്ടെ. ഇങ്ങനെ ചിലവർക്കൊന്നും വാർക്കാൻ അറിയില്ല, എല്ലാവരും അരിപ്പയിലിട്ട് ഊറ്റിയെടുക്കുകയല്ലേ ചെയ്യുന്നത് ചോറ്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലൊന്നും മറിയാണ്ട് നോക്കണേ.
പിന്നെ പയറും കൂടെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പയറ് കഴുകിയിട്ടെല്ലാം വെച്ചതാണ്. ഇനി 2 ഭാഗത്തെ ആ ഒരു ഇത് കട്ട് ചെയ്ത് അതങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എൻ്റെ ആങ്ങളെയും എൻ്റെ മോനുമാണ് വന്നത്. അതിന് അവർ കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് ലൈം ജ്യൂസ് എല്ലാം കുടിച്ച് ചോറ് തിന്നാൻ നിന്നിട്ടില്ല. ചോറ് തിന്നാൻ സമയമില്ല, വേറെ പോവാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ പിന്നെയും എൻ്റെ ചോറിൻ്റെ ബാക്കി പണികളെല്ലാം നോക്കി. പയറൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ ഇതുപോലെയാണ് പയർ വെക്കുന്നത്. പയർ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് കുറച്ച് പച്ചമുളകും ഇട്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഒരുപാട് വേണമെങ്കിൽ നല്ല എരിവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളമാക്കി ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മുടെ ആമിയില്ലേ, ആമീനെ എല്ലാവർക്കും അറിയോ? ഇത് എൻ്റെ പൂച്ച അവിടെ ഉള്ള ആമി. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് മക്കളെല്ലാം വിസിറ്റിങ് പോയ സമയത്താണ്. എനിക്കിങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇതിനെ തുടച്ചു കൊടുക്കാനെല്ലാം പേടിയാട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ നൈബർ സജി ഉണ്ട്, സജീൻ്റെ മക്കളാണിത്. അവരെ വിളിക്കും. മക്കൾക്ക് ഭയങ്കര ഇഷ്ടം ആമിനെ, അതുകൊണ്ട് വേഗം വരും. എന്നിട്ട് മക്കൾ പിടിച്ചു തന്നിട്ട് ഞാനിങ്ങനെ വൈബ്സ് ഇട്ടിട്ട് തുടച്ചു കൊടുക്കുന്നതാണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കും. പിന്നെ കുറേ ഇതാവുമ്പോൾ അവിടെ ഇവരെ പിന്നെ ഇപ്പം പൂച്ചക്കും ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കുക ചെയ്യാം. ആമി ഭയങ്കര കുറുമ്പി പെണ്ണാന്നേ. ഇങ്ങനെ തുടക്കുമ്പോൾ എല്ലാം കുസൃതി കാട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചക്ക കിട്ടീന്. ഇതെനിക്ക് ഇടുന്നറിയാം, സജി തന്നതാ. അങ്ങനെ ആ ചക്ക 2 ദിവസം വെച്ചതാ, അപ്പത്തേക്ക് തന്നെ പഴുത്തിന്. കുഞ്ഞു ചക്കയാ, പക്ഷെങ്കിൽ നല്ല ടേസ്റ്റിന്, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമ്മളെ ഇപ്പുറമുള്ള കുഞ്ഞാത്തക്ക് ഒരു കഷ്ണം ചക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പം ഇത്ര കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ തന്നെയാണുള്ളത്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.